ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒരു ലൈക്കും ഒരു ഹൈപ്പും അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലെ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ്. അപ്പൊ ശ്രുതി ഭാമയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ, ഭാമയുടെ വീട്ടിൽ നിന്ന്. ഏതായാലും ഭയങ്കര വിശ്വാസത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ഇറങ്ങി വരുന്നത് ഭാമയാന്റി എല്ലാം സെറ്റ് ആക്കിയേക്കും. ഇനിയിപ്പം ചന്ദ്രയും ശ്രുതിയും തമ്മിലുള്ള യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയൊക്കെ ഇറങ്ങി വരുന്നത്. അത് കഴിഞ്ഞ് നേരെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ രേവതിയാണ്. അപ്പൊ രേവതി കുറച്ച് ഡെമ്മിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കല്യാണ മണ്ഡപത്തിന്റെ. അപ്പൊ അത് കുറച്ച് ആൾക്കാരെയൊക്കെ കാണിക്കണം, അതായത് കുറച്ച് കല്യാണ മണ്ഡപത്തിന്റെ കുറച്ച് കാണിക്കണം, എല്ലാവരെയൊക്കെ കാണിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ സച്ചിൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതോ ഒരു ഓഫീസിലേക്കാണ് പോകുന്നത്, ഒരു ഇവന്റ് മാനേജ്മെന്റ് അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാട്ടോ പോകുന്നത്. അപ്പൊ അവിടെ ചെന്ന് ഇതെല്ലാം കാണിച്ചിട്ട് വേണം നമ്മുടെ രേവതിക്ക് ഓർഡർ പിടിക്കാനായിട്ട്. അപ്പൊ സച്ചിയുടെ ഹെൽപ്പില് സച്ചിയുടെ വണ്ടിയിൽ ആണ് ഇവര് നേരെ ആ ഓഫീസിലേക്ക് ചെല്ലുന്നത്. അപ്പൊ സച്ചി ചോദിച്ചു കൂടെ വരണമെന്ന്. അപ്പം രേവതി പറഞ്ഞു വേണ്ട വേണ്ട, കൂടെ വരുമൊന്നും വേണ്ട. അല്ല, ഞാൻ നിന്റെ കെട്ടിയതല്ലേടി, കെട്ടിയ അങ്ങ് വീട്ടില്. ഇത് ഞാൻ ബിസിനസ് ചെയ്യുന്ന സ്ഥലാ, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. ഓഹോ, അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കൊട പിടിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അതാണിത്. മഴ വന്നത് കൊണ്ട് ആണ് അർദ്ധരാത്രിക്ക് അദ്ദേഹം കൊട പിടിച്ചത് കേട്ടാ. ഓ പിന്നെ പഴഞ്ചൊല്ലിന് നീ പുതുമൊഴി ചൊല്ലുകയാണല്ലേ. അത് പിന്നെ സച്ചേട്ട ഓർഡർ പിടിക്കാനുള്ള മിടുക്കൊക്കെ എനിക്കുണ്ട്. സച്ചേട്ടൻ കൂടെ വരണ്ടെന്നേ. ദേ നോക്ക്, സച്ചേട്ടൻ പുറകെ വന്നാല് എനിക്ക് അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് സച്ചേട്ടനെ കൊണ്ട് വന്നതെന്ന് അവര് കരുതത്തില്ലേ. എനിക്ക് ഒരു വിലയും ഉണ്ടാവത്തില്ല. ഭാര്യ എവിടെ പോയാലും ഭർത്താവ് പുറകെ പോകുന്ന ആളുകളൊക്കെ കളിയാക്കി പറയുന്നേ, സച്ചേട്ടന്റെ വില പോവും. ഓ, അത് ശരിയാണല്ലോ രേവതി, ഞാൻ അത്രയ്ക്ക് അങ്ങ് ചിന്തിച്ചില്ല. ചിന്തിക്കത്തില്ല. നീ പറഞ്ഞത് ശരിയാ. ഞാന് കൂടെ വന്നാല് നിനക്ക് എല്ലാത്തിനും സപ്പോർട്ട് വേണം, ഒന്നും ചെയ്യാൻ നിനക്ക് അറിയത്തില്ലെന്ന് അവര് കരുതും. ഏതായാലും ഞാൻ വരുന്നില്ല. ചില പെണ്ണുങ്ങളുണ്ട് എന്തിനും ഏതിനും ഭർത്താവ് കൂടെ പോണം, സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയത്തുമില്ല. ഒരു പെണ്ണും അങ്ങനെ ആവരുത്. അത് നീ പറഞ്ഞ കറക്റ്റ് ആട്ടോ. അവരെ നിന്നെ കണ്ടു പഠിക്കട്ടെ, നിന്നെ കണ്ടു പഠിക്കണം. ഭൂരിഭാവം പെണ്ണുങ്ങളും എന്നെ പോലെ തന്നെയാ സച്ചേട്ടാ. എന്നാ നീ പോയിട്ട് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. അയ്യോ സച്ചേട്ടൻ വെയിറ്റ് ഒന്നും ചെയ്യണ്ട, സച്ചേട്ടൻ പൊക്കോ, കിട്ടുന്ന ട്രിപ്പ് വെറുതെ കളയല്ലേ സച്ചേട്ടാ. അല്ല, നീ ഇതൊക്കെ എങ്ങനെ തിരിച്ചു കൊണ്ടുപോകും? ഞാന് ഒരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം, ഇപ്പൊ സച്ചേട്ടൻ അങ്ങ് ചെല്ല്. എന്നാ പിന്നെ ശരി, ഞാൻ അങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ രേവതിനെ അവിടെ ആക്കിയിട്ട് സച്ചി നേരെ വണ്ടി കയറി പോവുകയാണ് കേട്ടോ. വണ്ടിയിൽ കയറി പോവുകയാണ്. നമ്മുടെ രേവതിക്ക് നല്ല കോൺഫിഡൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് സച്ചിനെ പറഞ്ഞു വിടുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്ര ഭാമയുടെ വീട്ടിലേക്ക് പോവുകയാണേ. ഭാമയുടെ വീട്ടിലേക്ക് പോയിട്ട് കുറെ ആയി. ഇപ്പൊ ഭാമ വിളിച്ചിട്ടാ പോകുന്നത്. അങ്ങനെ ചന്ദ്ര ചോദിച്ചു, എന്താ നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അത് പിന്നെ നീ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ചായില്ലേടി, നിന്നെ എനിക്ക് കാണണമെന്നൊന്ന് തോന്നി, അതാ ഞാൻ വരാൻ പറഞ്ഞത്. ഓ, എന്നെ കാണുന്നുണ്ടെങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് വരണം, അല്ലാതെ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തല്ല ചെയ്യേണ്ടത്. ഓ, നല്ല ചൂടിലാണല്ലോ മേഡം, എന്തു പറ്റി? വീട്ടില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പറ. അല്ല, വീട്ടിൽ കാണിക്കേണ്ട ദേഷ്യം എന്നോട് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. വീട്ടില് എന്തോ പ്രശ്നമുണ്ട്, മനസ്സിലായി. അല്ലെങ്കിൽ നീ ഇത്രയും ദിവസം ഇങ്ങോട്ട് വരാതിരിക്കില്ലല്ലോ. എന്ത് പറ്റി ചന്ദ്രേ? ഓ, എന്ത് പറയാനാ എന്റെ പൊന്നു ഭാമയല്ല, എന്റെ തലയിലെഴുത്താ. അപ്പൊ എന്തോ പ്രശ്നമുണ്ട്. എന്നാ ചന്ദ്രേ വിഷയം? പറ ചന്ദ്രേ. അത് പിന്നെ ഞാൻ ആരെയാണോ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത്, അവൻ എന്നെ പറ്റിച്ചു ഭാമേ, എന്നെ മണ്ടിയാക്കി. ഞാൻ അവരെ വിശ്വസിച്ചില്ലേ. കുറച്ച് മനസ്സിലാവുന്ന രീതി പറ. അത് പിന്നെ രവിയേട്ടന്റെ 50 ലക്ഷം രൂപ സുധി എടുത്തിരുന്നല്ലോ. അല്ല, എടുത്തുന്നല്ല, അടിച്ചു മാറ്റിന്ന് പറ. ഭാമേ, നീ സുധീനെ കുറ്റം പറയാതെ. ഞാൻ ഇനി കുറ്റം പറഞ്ഞൊന്നും വേണ്ട, നീ വിഷയം പറ. അത് പിന്നെ സുധിയെ പറ്റിച്ചൊരു പെണ്ണ് ആ ക്യാഷ് കൈക്കലാക്കിയില്ലേ, ആ ക്യാഷ് അവര് രണ്ടുപേരും കൂടെ ചേർന്ന് ആ പെണ്ണിന്റെ അടുത്തുനിന്ന് തിരിച്ചു മേടിച്ചു, സുധിയും ശ്രുതിയും. ആ ക്യാഷിന് അവര് ഷോറൂം തുടങ്ങിയത്. ശ്രുതിയുടെ അച്ഛൻ കൊടുത്ത ക്യാഷിനല്ലേ ഷോറൂം തുടങ്ങിയത്, അങ്ങനെയല്ലേ പറഞ്ഞത്? അത് കള്ളമാണല്ലേ അപ്പം? ശ്രുതി അങ്ങനെ പറയാൻ പറഞ്ഞിട്ടായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്. ശ്രുതി അങ്ങനെയൊന്നുമല്ല, ഒരിക്കലും അങ്ങനെയല്ല. അവനൊരു പാവം, അവന് കള്ളം പറയാനും ഒന്നും അറിയത്തില്ല. അവന് എന്തറിയാം? ആരെന്തു പറഞ്ഞാലും എന്റെ കൊച്ചങ്ങോട്ട് വിശ്വസിക്കും. ഇത്തരം കളികളൊന്നും അവന് അറിയത്തില്ലെന്നേ. ഓ, ശരിയാണ്, നിന്റെ ശ്രുതി ഭയങ്കര പാവാ. എന്താ കളിയാക്കുന്നത്? അതെ, ശ്രുതിയാ ഇതിന് പിന്നില്, എന്റെ മോൻ ശ്രുതിയല്ല. ക്യാഷ് കിട്ടിയ കാര്യം വീട്ടിൽ പറയണ്ട, എന്റെ അച്ഛൻ അയച്ചു തന്നതാണെന്ന് പറഞ്ഞാൽ മതി. നമുക്ക് ഈ ക്യാഷ് കൊണ്ട് ഷോറൂം തുടങ്ങാമെന്ന് ശ്രുതിയോട് പറഞ്ഞത്. അവളുടെ പ്ലാനാ. അവക്ക് അങ്ങനെ കള്ളത്തരം ഒന്നും കാണിക്കാൻ അറിയത്തില്ലെന്നേ, അങ്ങനെ എനിക്ക് തോന്നുന്നത്. അവളൊരു പാവം പെങ്കൊച്ചല്ലേ. ഓ, പാവം.
അല്ല, നിന്നെ കുറിച്ച് പറയുമ്പോഴൊക്കെ അവൾക്ക് 100 നാവാ. നീ അവളുടെ ആന്റി അല്ല, അമ്മയാണെന്നല്ലേ എപ്പോഴും പറയാറുള്ളത്. ഓ, അമ്മയല്ല, കൊമ്മ, ബൊമ്മ. അമ്മ ആരെങ്കിലും ഇങ്ങനെ കള്ളം പറഞ്ഞ് പറ്റിക്കോ എന്റെ പൊന്നു ഭാമേ? അവള് ക്യാഷ് കിട്ടിയ കാര്യം വീട്ടിൽ മറ്റാരോടും പറയണ്ട, എന്നോടെങ്കിലും ഒന്ന് പറയണ്ടേ? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ക്യാഷ് കിട്ടിയ കാര്യം മറ്റാരെ അറിയിക്കാതെ എങ്ങനെ മറച്ചു വെക്കാമെന്ന് ഞാൻ നമുക്ക് പറഞ്ഞു കൊടുക്കില്ലായിരുന്നോ? ഇത് എന്നോടും പറഞ്ഞില്ല, എന്നോടും മറച്ചു വെച്ചു. അതാ എനിക്ക് ഏറ്റവും വലിയ ദേഷ്യം വന്നത്. ഓ, അപ്പം നിനക്ക് അതല്ലേടി ദേഷ്യം? ഇവളെ പോലുള്ള ഒരു കള്ളി ഈ ലോകത്തുണ്ടാകത്തില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഇവളത് ആരും അറിയാതെ മൊത്തം വിഴുങ്ങിയനെന്ന് മനസ്സിൽ ഭാമ പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്രേഷ്, നീ എന്താ ഈ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല, നീ ബാക്കി പറ. ആ, അവള് എന്നോട് കള്ളം പറഞ്ഞു. അത് തന്നെയാ എനിക്ക് ഇഷ്ടപ്പെടാത്തത്. അവൾക്ക് എന്നോട് കള്ളം പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവള് ഞാൻ എത്രമാത്രം വിശ്വസിച്ചതാ. ദേ, എല്ലാ മരുമക്കളെക്കാരും ഞാൻ അവളെയല്ലേ എന്റെ മരുമകളായിട്ട് കണ്ടത്, സ്നേഹിച്ചത്. എന്നിട്ട് അവളിനെ ചതിച്ചു. കള്ളി, പേരും കള്ളി, വഞ്ചകി. അവളെ ദുഷ്ടത്തി. എനിക്ക് പറ്റിയ മരുമകള് അല്ല അവള്. ഓ, പിന്നെ നീ വെറുതെ ഒന്നും പറയല്ലേ. അവളൊരു പഞ്ചപാവുക. ആ, ഞാൻ പറയുന്നതൊക്കെ സത്യം എന്റെ ഭാമേ. മറ്റു 2 മരുമകളെ പോലെ അല്ലല്ലോ ഞാൻ അവളെ കണ്ടത്. അത്രയ്ക്ക് സ്നേഹം കൊടുത്തതല്ലേ? അതൊക്കെ ശരിയാടി, നീ അത്രയ്ക്ക് സ്നേഹമൊക്കെ കൊടുത്തതാ. പക്ഷെ നീ അവളുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. നീ ചിന്തിച്ചു നോക്ക് എടി. മലേഷ്യക്കാരി അവളെ നീ കൈവിട്ട് കളയരുത് കേട്ടോ. അവളെ ഇങ്ങനെ വല്ലതൊക്കെ പറഞ്ഞ് കൈവിട്ടൊക്കെ കളഞ്ഞിട്ട് അവളൊരു പോക്ക് പോയാലേ, നിന്റെ മോനെ പിടിച്ചോണ്ടൊരു പോക്ക് പോയാലേ, പോയത് തന്നെ ആയിരിക്കും. അത് നീ വിചാരിച്ചോ? അത് മനസ്സിൽ വിചാരിച്ചാൽ നിനക്ക് കൊള്ളാം. ആഹാ, അപ്പൊ നീ എന്താ പറയുന്നത്? അവള് പോകാതിരിക്കാൻ വേണ്ടി അവളെ ഞാൻ സോപ്പിട്ട് അവളെ എന്റെ കൂടെ നിർത്തണമെന്നോ? ആ പെരും കള്ളീനെ? ഇടി, അവള് കള്ളിയൊന്നും അല്ലടി, നീ മനസ്സിലാക്കിക്കേ. അവളുടെ അച്ഛൻ ഇപ്പം ജയിലിലല്ലേ ഉള്ളത്. അവളുടെ അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാലേ കോടിക്കണക്കിന്റെ സ്വത്തിന്റെ അവകാശി ആരായിരിക്കും? അത് വേറെ ആരുമല്ല, അത് അവള് തന്നെ ആയിരിക്കും. അവളെന്ന് പറഞ്ഞാല് അവളുടെ കെട്ടിയവനായ സുധി. പിന്നെ അതിൽ നിനക്കും പങ്കുണ്ടല്ലോടി. ഇടി, നിങ്ങൾക്ക് കോടികളുടെ സ്വത്ത് അനുഭവിക്കത്തില്ലേ? എന്തിനാടി വെറുതെ ആ പെങ്കുച്ചിനെ മാറ്റി നിർത്തുന്നത്? വെറുതെ ദേഷ്യവും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ മനസ്സിൽ കുത്തിവെച്ചിട്ട് അവക്ക് നിന്നോട് വിരോധം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു, സുധീനെയും കൊണ്ട് മലേഷ്യയിലേക്ക് ഒരു പോക്ക് പോകും. പിന്നെ ഒരിക്കലും നിനക്ക് സുധീനെ കാണാനും പറ്റത്തില്ല. അവള് സുധീനെ നിനക്ക് വിട്ടുതരത്തുമില്ല. പഴയ പോലെയൊന്നും അല്ല ഇപ്പം. ദേ, ഈ പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ ഭാര്യമാരോടാടി ഇഷ്ടം. ഈ ഭാര്യയും ഭർത്താവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബന്ധം ഇപ്പോഴത്തെ എല്ലാവരും അങ്ങനെയാ. അല്ലാതെ പണ്ടത്തെ പോലെ അമ്മമാര് പറയുന്നത് കേൾക്കണം, അച്ഛന്മാര് പറയുന്നത് കേൾക്കണം എന്നൊന്നുമില്ല. ഭാര്യമാര് പറയുന്നത് കേൾക്കണം. പിന്നെ നിനക്കറിയാലോ ഇവിടത്തെ സംഭവങ്ങളൊക്കെ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാ. അവള് എന്റെ മോനെയും കൂട്ടിക്കൊണ്ട് പോയില്ലേ? അതുപോലെ ആകരുത് നിന്റെ ജീവിതം. അതോർത്തിട്ടാ ഞാൻ ഇതൊക്കെ പറയുന്നത്. പിന്നെ അമ്മായിയമ്മ പോരൊക്കെ സഹിച്ച് അവക്ക് അവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? ചിലപ്പം ഡിവോഴ്സും നടക്കും. നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിന്റെ മരക്കോന്തനെ ഡിവോഴ്സ് ചെയ്താല് എന്ത് ചെയ്യും? എന്റെ മോനെ മരക്കോന്തൻ ഒന്നും വിളിക്കരുത് കേട്ടോ. പിന്നെ എന്ത് വിളിക്കാന്? ശ്രുതിയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിന്റെ മോൻ എങ്ങനെയായിരുന്നു ജോലി അന്വേഷിച്ച് തെക്ക് വടക്ക് നടക്കല്ലായിരുന്നോ? പിന്നെ എവിടെയെങ്കിലും ജോലി കിട്ടിയാലോ അതിന് വല്ല ആയുസും ഉണ്ടോ? വെറും 2-3 ദിവസം ജോലി സ്ഥലത്ത് നിന്ന് അപ്പൊ തന്നെ ചവിട്ടി പുറത്താക്കും. അവന് സ്ഥിരം ജോലി ഉണ്ടായിരുന്നോ? വരുമാനം ഉണ്ടായിരുന്നോ? അവനിപ്പം വലിയ ബിസിനസ്മാൻ ആണെന്നല്ലേ പറയുന്നത്. അതിപ്പോ അവന്റെ മിടുക്കൊണ്ടാണോ? ഒരിക്കലും അല്ല. അവന്റെ ഒരു 7 ഡിഗ്രി ഒരു മണ്ണിനും പുണ്ണാക്കിനും കൊള്ളത്തില്ല. അവനെ ഈ നിലയിൽ എത്തിച്ചതേ വേറെ ആരുമല്ല, ശ്രുതി തന്നെയാ. ശ്രുതി. അവള് ആ ക്യാഷ് കൊണ്ട് ഷോറൂം തുടങ്ങിയില്ലായിരുന്നെങ്കിലേ നിന്റെ മകൻ ഇപ്പൊ പാർക്കിൽ കിടന്ന് ഉറങ്ങിയേനെ, മൂക്കും കൊണ്ട് എഴഞ്ഞേനെ. ആ ക്യാഷ് കൊണ്ട് ഉപകാരം ഉണ്ടായത് നിന്റെ മോന് തന്നെയാ, അല്ലാതെ ശ്രുതിക്കല്ല. എന്നിട്ട് പാവം ശ്രുതിയുടെ മേലിലാ കുറ്റം മുഴുവനും. അവള് കള്ളം പറഞ്ഞു, നിന്നോട് പറഞ്ഞില്ല. ശ്രുതിയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ നിന്റെ മോനെ പണ്ടേ ഉപേക്ഷിച്ചേന്. അത് നീ ഓർത്തോ? 50 ലക്ഷം അടിച്ചു മാറ്റി ഒരു പെണ്ണ് അവനെ ഉപേക്ഷിച്ചില്ലേ? അവനെ ശരിക്കും മനസ്സിലാക്കിയപ്പം അവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഉപേക്ഷിച്ചതായിരിക്കും. അവൾ ഉപേക്ഷിച്ചതിന് ശേഷം അവന്റെ അവസ്ഥ എങ്ങനെയായിരുന്നു നിനക്കറിയാലോ. അതൊന്നും നീ മറന്നിട്ടില്ലല്ലോ ചന്ദ്രേ. അലഞ്ഞു തിരിഞ്ഞ് നടക്കല്ലായിരുന്നോ? നീ എവിടെയോ റൂമിലൊക്കെ പോയി കണ്ടില്ലേ? ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ ക്യാഷ് ഇല്ലാതെ. ഭാമേ, നീ നിർത്ത്. നീ എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കാതെ. എന്റെ മോനെ കുറിച്ചാ നീ പറയുന്നത്. നീ അതൊക്കെ മറന്നു. അതാ ഞാൻ നിന്നെ ഇതെല്ലാം ഓർമ്മിപ്പിച്ചത്. ശ്രുതി അങ്ങാണം അവനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാല് അന്നത്തെ അതേ അവസ്ഥ ശ്രുതിക്ക് വരും. അത് ഉറപ്പാ. തെണ്ടേണ്ടി വരും, പിച്ച എടുക്കേണ്ടി വരും, കൈ നീട്ടേണ്ടി വരും. അല്ല, ഇതല്ലെങ്കിൽ പിന്നെ രണ്ടാമത് സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയാം. ഈ സ്വഭാവമാണ് നിന്റെ അടുത്ത് അവള് നിൽക്കത്തില്ല.
അവള് സുധിയും കുട്ടി മലേഷ്യയിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞില്ലേ, അത് നടന്നിരിക്കും. പിന്നെ ഈ ജന്മം നിനക്ക് രണ്ടുപേരെ കാണാൻ പറ്റത്തില്ല. അയ്യോ എന്റെ പൊന്നു ചന്ദ്രൻ, നിലഭാമേ നീ അങ്ങനെയൊന്നും പറയല്ലേ. എന്റെ മോൻ എന്നെ വിട്ട് എവിടെയും പോകത്തില്ല. ബെസ്റ്റ്, അവന്റെ സ്വഭാവം വെച്ച് അവൻ പോകും, അത് ഉറപ്പാ. ഞാൻ പറഞ്ഞില്ലേ, നെല്ലുള്ള പത്തായം നോക്കി നടക്കുന്ന ഒരു എലിയ അവന്. ശ്രുതി മലേഷ്യയിലുള്ള കോടീശ്വരന്റെ ഒരേ ഒരു മകളാ. ഹാ, അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് സ്വത്തിന്റെ ഒരേ ഒരു അവകാശി അവള് തന്നെയല്ലേ. ആഹാ, അത് നാളെ ശ്രുതിയുടെ കൈകളിൽ വരും. ഇതറിയാവുന്ന ശ്രുതി അവളെ വിളിച്ചിട്ടുണ്ടേല് അവളുടെ കൂടെ തന്നെ പോകും. നിന്നെ വേണ്ടാന്ന് വെക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, അതിന് യാതൊരു മാറ്റവും ഉണ്ടാവത്തില്ല. ഏയ് ഇല്ലില്ല, എന്റെ മോൻ പോകത്തില്ല, എന്റെ മോനെ ഞാൻ വിടത്തില്ല. 50 ലക്ഷം കൈ വന്നപ്പോ 50 ലക്ഷം കൈ വന്നപ്പോ ഒരു കുടുംബത്തെ ഉപേക്ഷിച്ച് ഒരു പെണ്ണിന്റെ കൂടെ നാട് വിടാൻ നോക്കിയതല്ലേ. ഇവിടെ കിട്ടുന്നത് 50 ലക്ഷം അല്ല, കോടികളാ. അപ്പൊ പിന്നെ അവ പോകാതിരിക്കുവോ? ദേ ചന്ദ്രെ, നീ ഒന്ന് നിർത്തിയും ഒക്കെ ചിന്തിക്കും. ദേ ശ്രുതി എന്നെ വെറുക്കുന്ന, എന്നോട് മിണ്ടാത്ത നിന്റെ അമ്മയുടെ കൂടെ നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ മലേഷ്യയിലേക്ക് പോവുക. ദേ നീ എന്റെ കൂടെ വരുമെന്ന് ശ്രുതിയോട് ചോദിച്ചാൽ അവൻ വേറെ ഒന്നും ആലോചിച്ചില്ല. ഞാൻ വരുന്നു പുന്നാരേന്ന് പറഞ്ഞ ആ പെട്ടിയും തൂക്കി അവളുടെ പുറകെ പോകും. നീ നോക്കിക്കോ ചന്ദ്ര, അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. കോടീശ്വരിയായ ഭാര്യയുടെ കൂടെ അല്ലാതെ 500 രൂപ പോലും തികച്ചെടുക്കാൻ കഴിയാത്ത നിന്റെ കൂടെ അവൻ നിൽക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും നിക്കത്തില്ല. പിന്നെ അവൻ നാട്ടിലേക്ക് തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ അവനെ കാണത്തുമില്ല. നിനക്ക് നിന്റെ മോനെ കാണാനും പറ്റത്തില്ല. ഒരു നാള് മലേഷ്യയിൽ നിന്ന് കോടികൾ നിന്റെ കൈകളിൽ എത്തുന്നുള്ള പ്രതീക്ഷയിലല്ലേ ഇരിക്കുന്നത്. ആ പ്രതീക്ഷയെല്ലാം തെറ്റും. കോടികൾ പോയിട്ട് ഒരു 100 രൂപ പോലും നിന്റെ കയ്യിൽ കിട്ടത്തില്ല. തെണ്ടേണ്ടി വരും, കുത്തവാളി എടുക്കേണ്ടി വരും. നിന്റെ മോനെയും നഷ്ടമാകും. നീ വെറും 0 ആകും. 0 വട്ടപ്പൂജ്യമാകും. വട്ടപൂജ്യം. നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇനി എന്ത് ചെയ്യണമെന്ന്. അത് പിന്നെ നീ എന്താ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നത് ബാമേ? ഞാന് പറഞ്ഞതുപോലെ നടക്കാതിരിക്കണമെങ്കിൽ നീ ശ്രുതിയെ പഴയതുപോലെ സ്വർണ്ണ താലത്തിൽ കൊണ്ട് നടക്കണം. അവളോട് മിണ്ടണം. ദേ ചുമ്മാ അവളെ വിഷമിപ്പിക്കരുത്. അവളുടെ മനസ്സിനെ തൃപ്തിയാക്കണം. സ്നേഹത്തിൽ പെരുമാറണം. സന്തോഷത്തോട് ഇരിക്കണം. അല്ലാതെ ഇപ്പൊ കാണിച്ചതുപോലെയൊക്കെ കാണിച്ചാലേ അവളുടെ മനസ്സിൽ വെറുപ്പ് വിതയ്ക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് കളി മാറും മോളെ, കളി മാറും. കോണം മാറും മോളെ, കോണം മാറും. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിനക്ക് കൊള്ളാം. ഇതൊക്കെ കേട്ടിട്ട് ചന്ദ്രയ്ക്ക് ഒരു സമാധാനമില്ല. ചന്ദ്ര ഇങ്ങനെ ആലോചിക്കുക, ഇനി ഈ കളി തുടർന്നു കഴിഞ്ഞാല് അയ്യോ ഭാമ വിചാരിച്ച പോലെ വല്ലതും നടന്നാൽ തീർന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി ഒരു കോഫിയൊക്കെ രവീന്ദ്രനും കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു, ചന്ദ്ര എവിടെ പോയതാ മോളെ? അത് പിന്നെ ഭാമയാരിയുടെ വീട്ടിൽ പോയതാന്ന് തോന്നുന്നു അച്ഛ. അല്ല, ഈ ശ്രുതിയും ഒരുമിച്ചാണ് കടയിലേക്ക് പോയത്. അവരുടെ പിണക്കമൊക്കെ മാറിയോ? ഇല്ലച്ച, അവരുടെ പിണക്കമൊന്നും മാറിയിട്ടില്ല. അവരെ അമ്മ സംസാരിക്കാൻ വിടുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാ അവരുടെ പിണക്കം മാറുന്നതോ? ഓ, ശ്രുതിയാണെങ്കിൽ അവന്റെ അമ്മ പറയുന്ന മാത്രമേ കേൾക്കത്തുള്ളൂ മോളെ. അല്ല, അവര് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും വിടുന്നില്ലെന്നേ. അവര് ഭാര്യയും ഭർത്താവും അല്ലേ. ദേ ശ്രുതി ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴത്തേക്കും അമ്മ എണീറ്റ് പൊക്കോളാൻ പറഞ്ഞച്ച. പിന്നെ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യവും ഇല്ലച്ച. എന്ത് ചെയ്യാനാ, വലിയ തെറ്റല്ലേ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്തിരിക്കുന്നത്. തെറ്റ് തന്നെയാ ചെയ്തിരിക്കുന്നത്. അതിനുള്ള ശിക്ഷ കൊടുക്കുകയും വേണം. പക്ഷെ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അതിനുള്ള ശിക്ഷ വേറെയോ? ആ കുട്ടി സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ആ ശ്രുതി അങ്ങനെ നാട് വിട്ടുപോയി എന്ത് ചെയ്യും? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നിട്ട് അവക്ക് എത്ര വലിയ ശിക്ഷ കൊടുത്താലും അധികം ആകത്തില്ല. ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചന്ദ്ര. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, എന്റെ പൊന്നു ചന്ദ്ര, നീ ഇനിയെങ്കിലും ഒന്ന് അടങ്ങ്. വെറുതെ നീ ഇവിടെ കിടന്ന് ചുമ്മാ ഇത് വല്ലതും കാണിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ദേ ശ്രുതിയും ചെയ്ത് തെറ്റ് തന്നെയാണ്, അതിന് യാതൊരു സംശയവും ഇല്ല. എന്ന് വെച്ച് നമ്മൾ അതും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? എത്ര നാളാച്ച ഇങ്ങനെയൊക്കെ പോവുക? നടന്നത് നടന്നു ചന്ദ്രേ. ഇനി നമ്മളായിട്ട് ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ആഹാ, ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യണം? അല്ല, നീ എന്തിനാ ശ്രുതിയെയും അകറ്റി നിർത്തുന്നത്? നീ അവരെ സംസാരിക്കാൻ പോലും വിടുന്നില്ലല്ലോ ചന്ദ്ര. അതെന്താ? ഞാൻ രണ്ടുപേരുടെ ആ മൂടി കെട്ടി വെച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഉണ്ട്, നീ മൂടി കെട്ടി വെച്ചിട്ടുണ്ട്. ഞാനും ഈ വീട്ടിൽ തന്നെയാണല്ലോ കഴിയുന്നത്. ഇതെല്ലാം എനിക്കറിയാം. പിന്നെ അവള് ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഞാൻ കൊടുക്കുന്നത്. അത് പിന്നെ നിന്റെ മോൻ എന്താ തെറ്റൊന്നും ചെയ്തിട്ടില്ലേ? 3 മാസമുള്ള ഉള്ള കുട്ടിയാണോ? അവൻ ഇതിലൊരു പങ്കുമില്ലാത്തത് പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. ഓഹോ, അത് കൊള്ളാലോ ചന്ദ്രൻ. ക്യാഷ് കിട്ടിയാലും വീട്ടിൽ പറയണ്ട, നമുക്ക് ബിസിനസ് തുടങ്ങാം എന്ന് അവള് പറയുമ്പം അത് വേണ്ട, ഇത് അച്ഛനാ കൊടുക്കണം എന്ന് അവന് പറയായിരുന്നല്ലോ. അവന്റെ നാക്ക് ഇറങ്ങിപ്പോയില്ലായിരുന്നല്ലോ. അവന്റെ നാക്കുണ്ടല്ലോ ഇപ്പോഴും. അവക്ക് കൂട്ടു നിൽക്കുകയല്ലേ അവൻ ചെയ്തത്. എന്നിട്ട് ഇപ്പം അവള് മാത്രം തെറ്റുകാരി. പോട്ടെ, ക്യാഷ് കിട്ടിയ കാര്യം നിന്നോട് പറഞ്ഞു. അത് പിന്നെ ശ്രുതി പറയണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അവൻ പറയാതിരുന്നത്.
ആ ശ്രുതി പറഞ്ഞാൽ അപ്പൊ അവൻ കേൾക്കുമല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നിന്നോട് അവന്റെ സ്നേഹമില്ല, ഒരു വിലയുമില്ല, ഒരു നിലയുമില്ല എന്നൊക്കെയല്ലേ? നീ നിന്റെ മകൻ ചെയ്ത തെറ്റ് മറച്ചു വെച്ചിട്ട് ശ്രുതിയെ മാത്രം തെറ്റുകാരിയാക്കി. അത് ശരിയല്ല ചന്ദ്ര, അത് ശരിയല്ല. അവര് രണ്ടുപേരും ചേർന്ന ഇത് ചെയ്തത്. അത് പറഞ്ഞു തന്നെ തീർക്കണം. അല്ലാതെ രണ്ടുപേരെയും അകറ്റി നിർത്തല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിന്റെ ജീവിതവും കൂടിയാ കുളം തോണ്ടാൻ പോകുന്നത്. ഈ കുടുംബമാ താറുമാറാകാൻ പോകുന്നത്. അവര് ഭാര്യ ഭർത്താക്കന്മാരാ. അവരുടെ എല്ലാ വിഷയത്തിലും പോയി തലയിടുന്ന ഭയങ്കര തെറ്റാ. അത് പിന്നെ ഞാൻ ആവശ്യമില്ലാതെ ആരുടെയും കാര്യത്തിലൊന്നും തലയിടാറില്ല. നമ്മുടെ 3 മക്കളും അവരുടെ ഭാര്യമാരോട്ട് സന്തോഷത്തോടു കൂടി നമുക്കൊപ്പം കഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കും നീ. അതാ വേണ്ടത്. അല്ലാതെ അവരെ രണ്ടു വഴിക്കാക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു അച്ഛനും അമ്മയും അങ്ങനെ ചെയ്യേണ്ടത്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം അത് പരിഹരിക്കണം. അത് ഊരി വീർപ്പിച്ച് വലിയ പ്രശ്നമാക്കുകയല്ല ചെയ്യേണ്ടത്. നിനക്കിപ്പം ശ്രുതിയെ കണ്ടൂടാ. അവളോട് മിണ്ടത്തുമില്ല. അവള് ചെയ്യുന്ന എല്ലാ തെറ്റേ കുറ്റം. നീയും ഇപ്പൊ പറഞ്ഞു അവനും അതുപോലെയായി. എത്ര നാളോ ആ പെൺകുട്ടി ഇതൊക്കെ സഹിക്കും? ദേ അവളവളുടെ പാട്ടിന് മലേഷ്യക്ക് പോയാ എന്ത് ചെയ്യും ചന്ദ്രനെ? നീ പറ, എന്ത് ചെയ്യും? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓ, എത്ര പറഞ്ഞാലും മനസ്സിലാവോ നിനക്ക്? നീയും നിന്റെ മകനും കൂടി അവളെ മാനസികമായിട്ട് പീഡിപ്പിച്ചോണ്ടിരിക്കും. ഇതൊന്നും സഹിച്ചിപ്പോഴത്തെ പെൺപിള്ളാരെ നിൽക്കത്തില്ല. ഇങ്ങനെയാണ് പെരുമാറുന്നത് എങ്കിലേ അവൾ ഉടനെ തന്നെ പോകാനാ ചാൻസ് കൂടുതൽ. അവള് പോയാല് എല്ലാം കുറ്റം പറയുന്നത് അമ്മായിയമ്മേനെ തന്നെ ആയിരിക്കും. നീ കാരണമാണെന്ന് അത് നീ മറക്കണ്ട. അവള് വലിയ വീട്ടിലെ പെണ്ണാ. അവളുടെ അച്ഛൻ വലിയ കോടീശ്വരനും. അത് നിനക്കറിയാലോ. നിന്റെ മോന്റെ ഡിവോഴ്സ് ചെയ്താലുണ്ടല്ലോ അവക്ക് നല്ല 1-ാം തരം ചെറുക്കനെ കിട്ടും. നല്ല നമ്പർ 1 ചെറുക്കനെ. നിന്റെ മോനോ? അവൻ എന്നാ ഉണ്ട്? അവൻ എന്നറിയാം? അവൻ എവിടെന്നെങ്കിലും ഒരു നല്ല പെണ്ണിന് ഇനി കിട്ടുവോ? ഡിഗ്രി ഒക്കെ നോക്കി കല്യാണം കഴിക്കേണ്ട സമയം കഴിഞ്ഞു. ഇപ്പൊ അതൊന്നും ആരും നോക്കത്തില്ല. കഴിവേ നോക്കത്തുള്ളൂ. അത് പിന്നെ രവിയേട്ട, ഞാൻ അവരെ പിരിക്കാനൊന്നും നോക്കിയിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യത്തൊന്നുമില്ല രവിയേട്ട. ശ്രുതി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ എന്തൊക്കെ ചെയ്തു അവക്ക് വേണ്ടി. എന്നിട്ടും അവൾ എന്നോട് ചെയ്തത് കണ്ടില്ലേ? അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കുവോ? എനിക്ക് ദേഷ്യം വരത്തില്ല രവിയേട്ട. ഞാൻ അവളെ അന്നേ പൊന്നേന്ന് പറഞ്ഞു കൊണ്ട് നടക്കായിരുന്നു. രവിയായിട്ട് നടത്തിയ പെണ്ണിനെയല്ലേ സച്ചി കെട്ടിയത്. ശ്രീകാന്ത് തന്നെ ഒരു പെണ്ണിനെ കണ്ടെത്തി കെട്ടി. അതുപോലെ ശ്രുതിക്ക് ഞാൻ തേടി പിടിച്ച് കണ്ടെത്തിയ പെണ്ണായിരുന്നു ശ്രുതി. അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി കഴിയാനായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അവൾ എന്നെ വീട്ടിയാക്കി ചതിച്ചു. വഞ്ചകി, ചതിച്ചി. അവൾ പിന്നെ ഞാൻ എന്നാ പറയേണ്ടത്? അവളോട് പിന്നെ ഞാൻ എങ്ങനെയാ പെരുമാറേണ്ടത്? രവിയേട്ടൻ പറ. എന്റെ മനസ്സിൽ സങ്കടം കൊണ്ടാ. നീ പറയുന്നതൊക്കെ ശരിയാ എന്റെ പൊന്നു ചന്ദ്രേ. 50 ലക്ഷം രൂപ ശ്രുതി ചെലവാക്കിയത് അവളുടെ സ്വന്തം ആവശ്യത്തിനല്ല, ശ്രുതിയുടെ നല്ലതിന് വേണ്ടിയാ. അത് നീ ഓർക്കണം. എന്ന് കരുതി ഞാൻ അവരെ ന്യായീകരിക്കുന്നതൊന്നും അല്ല. ക്യാഷിന്റെ കാര്യം നമ്മളോട് പറയാതിരുന്നത് വലിയ തെറ്റ് തന്നെയാണ്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ വിഷയം സംസാരിച്ച് തീർത്തേ പറ്റൂ. അങ്ങനെ തീർത്തില്ല എങ്കിൽ വലിയ പ്രശ്നമായി തീരും. അവര് തമ്മിൽ പിരിയും. അവരെ ഇങ്ങനെ അകറ്റി നിർത്തിയിട്ട് യാതൊരു കാര്യമില്ല. ഒരു കാര്യം ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയാ, നീയും സുധിയും അവളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് എങ്കിൽ അവള് സുധി ഉപേക്ഷിച്ചിട്ട് മലേഷ്യക്ക് പോയിരിക്കും. അത് ഞാനാ പറയുന്നത്. രവീന്ദ്രൻ ഇത്രയും പറഞ്ഞിട്ട് രവീന്ദ്രൻ കയറിപ്പോയി. ഭാമ പറഞ്ഞതും രവീന്ദ്രൻ പറഞ്ഞതും എല്ലാം കൂടെ കേട്ടിട്ട് ചന്ദ്രയ്ക്ക് ഒരു സമാധാനം ഇല്ലാട്ടോ. ഇനി എങ്ങാനും ശ്രുതി മലേഷ്യക്ക് പോയാല് കോടികളായിരിക്കുമല്ലോ കയ്യിൽ നിന്ന് പോകുന്നത്. അതായത് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ. ശ്രുതി നേരെ നമ്മുടെ മീരയുടെ അടുത്ത് നിന്ന് പരാതിയൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മീര പറഞ്ഞു, നീ എപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കാതെ വന്ന് എന്തെങ്കിലും കഴിക്കുക. അത് പിന്നെ എനിക്കൊന്നും വേണ്ട. അല്ല, ആ നീലിമി ഇങ്ങനെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലേ? അവളായിട്ട് വന്നല്ലോ, സച്ചി കൂട്ടിക്കൊണ്ട് വന്നല്ലേ? ആ ദുഷ്ടൻ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം സച്ചി തന്നെയാ. അല്ല, നീയും ശ്രുതിയും ചേർന്നല്ലേ ഇത് ചെയ്തത്? പിന്നെ നിന്റെ അമ്മായിയമ്മ എന്താ നിന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശ്രുതി? അതിനെ അവരുടെ മോനല്ലേ ശ്രുതി. അപ്പൊ പിന്നെ ഉയർത്തി പിടിക്കല്ലേ ഉള്ളൂ. വിട്ടുകൊടുക്കത്തില്ലല്ലോ, താഴെ ഇടില്ലല്ലോ. അല്ല, നീ ചെയ്തിട്ടാണ് അങ്ങനെയൊക്കെ, നീ പറഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ശ്രുതി എസ്കേപ്പ് ആയല്ലേ? അതാടി പറ്റിപ്പോയത്. ശ്രുതി എന്റെ കൂടെ നിൽക്കുന്ന ഞാൻ കരുതിയത്. പക്ഷെ ശ്രുതി എന്റെ കൂടെ നിന്നില്ല. ആന്റി ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഞാനും വിചാരിച്ചില്ല. ഏതായാലും നിന്റെ മനസ്സിൽ നിന്റെ ആന്റിക്കൊരു ബ്ലാക്ക് മാർക്ക് വീണല്ലോ. നിന്നെ അടിച്ചല്ലോ. ഈ ചെറിയ വിഷയത്തിന് തന്നെ നിന്നെ അടിച്ചെങ്കില് മലേഷ്യ ആദി ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞാല് നിന്നെ അവര് കൊല്ലൂലോടി, കൊല്ലാക്കൊല്ല ചെയ്യൂലോടി. അതൊക്കെ ശരിയാ മീര. എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് അതൊക്കെ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കാൻ കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രേവതി സച്ചിയും കൂടെ സംസാരിക്കുന്ന കേട്ടോ. ശ്രുതിയുടെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. ഇതിൽ സംസാരിക്കുന്ന വേറൊന്നുമല്ല, നമ്മുടെ രേവതി പറയാണ് അച്ഛന് അമ്മയോടെ എല്ലാം സംസാരിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഈ വിഷയം സോൾവ് ആകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഉറപ്പല്ല, ഈ വിഷയം സോൾവ് ആകും, അത് ഉറപ്പാണ്. എന്റെ പാറേട്ടത്തിയുടെ പണത്തിലേക്കാണല്ലോ ഈ പറയുന്ന അമ്മയുടെ കണ്ണു മുഴുവനും. അപ്പൊ പിന്നെ എങ്ങനെ സ്ലോ
സോൾവ് ആകാതിരിക്കും? സോൾവ് ആകും, അത് ഉറപ്പുള്ള കാര്യമാണ് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഏതായാലും സച്ചി അതിന്റെ കൂടെ പറയുന്നുണ്ട്, എങ്കിലും പാറയുടെ അടുത്ത് എന്തിനായിരിക്കും ഈ പൈസ എല്ലാം കൂടെ കടം മേടിച്ചിട്ട് ഉണ്ടായിരിക്കും ആന്റണിയുടെ കയ്യിൽ നിന്നൊക്കെ, ഇത്ര കൂടി ഇച്ചിരി അത് മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ റീസൺ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. കൈനിറയെ സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും അവസാനമാണ് കേട്ടോ. അതായത് ആഴ്ചയിൽ ഫുള്ള് കമന്റ്സ് നോക്കിയിട്ട് അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നത് കേട്ടോ. കമന്റ് ചെയ്യണം, അതുപോലെ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നമ്മുടെ സബ്സ്ക്രൈബ് ആയിരിക്കണം, വീഡിയോ ഫുൾ വാച്ച് ചെയ്യുന്നവരും ആയിരിക്കണം കേട്ടോ. അപ്പൊ ടാറ്റ, ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാമേ.